ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലൊക്കെ തന്നെ മാർക്കറ്റ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ രീതിയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ പിന്നെ PL പോള് കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും വളരെ വളരെ കൃത്യനിഷ്ഠതയോടെ വളരെ ആത്മസംയമനത്തോടെ ട്രേഡ് ചെയ്തു എന്നാണ് എനിക്ക് പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഏകദേശം ഇപ്പോൾ നിലവിൽ നമ്മൾ പോൾ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറായതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനകത്തിൽ 150 പേരോളം 150 പേര് ട്രേഡ് ചെയ്തതിൽ 3/4 മണിക്കൂറായതേ ഉള്ളേ. അതിൽ 150 പേര് പോൾ ചെയ്തിട്ടുണ്ട്, 150 പേര് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ആ 150 പേരിൽ 128 പേരും ഇന്ന് പ്രോഫിറ്റിലാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അതിൽ മാറുമായിരിക്കും. ഞാൻ ജസ്റ്റ് ആദ്യത്തെ ഒരു മണിക്കൂറത്തെ കാര്യമായി പറയുന്നത്. അപ്പം ഈ ഒരു ലെവൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സംയമനത്തോടെ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എൻട്രി പോയിന്റ് വരുന്നിടം വരെ ക്ഷമയോടെ കാത്തിരിക്കുക. അതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് മാർക്കറ്റിലോട്ട് വരാം. അപ്പം അതിന് മുന്നേ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്നലെ ആ യൂട്യൂബിൻ്റെ കമൻറ്റുകളൊക്കെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ യൂട്യൂബിൻ്റെ കമൻറ്റുകൾ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട്. മറുപടി വേണ്ടതൊക്കെ ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾ എഴുതിയേക്കുന്നത് 1-2 പറ കമൻറ്റ് ഞാൻ പറയാം. ഒരാൾ എഴുതിയേക്കുന്നത് 22,500 എന്ത് പ്രസക്തിയാണുള്ളത്, അത് സപ്പോർട്ടർ റെസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ കൺസെപ്റ്റ് അത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരിക്കലും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും 100% ശരിയാണ് എന്ന് ഞാൻ വാദിക്കാറില്ല, ഞാൻ വാദിക്കുന്നുമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരോ വ്യൂ ആണ്, ഓരോരുത്തരുടെ സ്റ്റഡി വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പം ഒരു മിനിറ്റ്, പേന കുത്തിയിട്ടില്ല. ഓക്കെ, അപ്പം ഓരോരുത്തരുടെ സ്റ്റഡി വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ കൺസെപ്റ്റും എൻ്റെ ബോധ്യവും വെച്ചിട്ടാണ് ഞാൻ ലെവലുകൾ വരയ്ക്കാറുള്ളത്. അത് ചിലപ്പം ശരിയാകാം, ചിലപ്പം തെറ്റാകാം. ഓക്കെ, അപ്പം ഞാൻ വരച്ച ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 22,519. ഇതാണ് എൻ്റെ ഒരു ലെവൽ. അപ്പം ഈ 22,500 ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞ് 1-2 പേര് കമൻറ്റ് ചെയ്തു, ലൈക്കൊക്കെ അടിക്കുന്നത് കണ്ടു. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല എൻ്റെ ലെവലുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് ഞാൻ ആരും നിർബന്ധിക്കാറില്ല. നിങ്ങളുടെ ബോധ്യം അനുസരിച്ച് ഞാൻ എൻ്റെ ബോധ്യം അനുസരിച്ച് വരയ്ക്കുന്നു, നിങ്ങളുടെ ബോധ്യം അനുസരിച്ച്, നിങ്ങളുടെ കൺവിക്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, വേറൊരാൾ കമൻറ്റ് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ചിലർക്ക് അലോസരം ഉണ്ടാകുന്നു, ചിലർക്ക് സാറിൻ്റെ പ്രേക്ഷകർ വൃന്ദമായതുകൊണ്ട് മടുപ്പ് തോന്നത്തില്ല. എന്നാലും വീഡിയോയുടെ ലെങ്ത് കൂടുമ്പം അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് ലൈൻ വരയ്ക്കുന്നതൊക്കെ ചാർട്ട് കാണിക്കുന്നത് അലോസരം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ കമൻറ്റ് കണ്ടു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ അലോസരം ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ ആ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകുക. നിങ്ങൾക്ക് എവിടെ ലാഗ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, നിങ്ങളുടെ യുക്തം അനുസരിച്ച് നിങ്ങൾ വീഡിയോ കാണുമോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഓടിച്ചുവിട്ട് കാണുമോ, സ്പീഡിലിട്ട് കാണുമോ ഒക്കെ ചെയ്യുക. ഓക്കെ, പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. ആ രീതി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഫ്ലോപ്പായി പോകും. മനസ്സിലായി പറഞ്ഞേ? അപ്പം എനിക്ക് എൻ്റേതായിട്ടൊരു രീതിയുണ്ട്. ആ രീതി വിട്ടിട്ട് ഞാൻ അതിനെ പിന്നെ ഫിൽട്ടർ ചെയ്യാനോ, അല്ലെങ്കിൽ ആ രീതി വിട്ടിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ബൈ ഫോഴ്സിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് ചിലപ്പം വിപരീതമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. ഓക്കെ, അപ്പം അപ്പോൾ അത് നിങ്ങൾക്ക് ചിലർ അലോസരം ഉണ്ടാക്കുന്ന ഭാഗം വരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഓടിച്ചിട്ട് കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം കാണേണ്ടവരും പഠിക്കേണ്ടവരും കാണുക. നെയ്യപ്പത്തിന് നെയ്യ് കൂടിപ്പോയെന്ന് പറഞ്ഞ് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം നമുക്കിനി മാർക്കറ്റിലോട്ട് വരാം. ഇന്ന് രാവിലെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇന്നലെ നമ്മുടെ വീക്ക്ലി അനാലിസിസിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, 22,500 നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് പിന്നെ ഒരു ഫർദർ സൈഡ് കാണാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, 2 ദിവസം മുന്നേ ഞാൻ വീക്ക്ലി അനാലിസിസ് ചെയ്തപ്പോൾ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് 80 to 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്, ഇല്ലേ? അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ തന്നെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തപ്പം എല്ലാവരും ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ നല്ല ഗ്യാപ്പ് അപ്പാണ്, 150 പോയിൻ്റ് ഏകദേശം ഗ്യാപ്പ് അപ്പ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ഇന്നത്തെ സംഭവം വെച്ചാൽ ഭയങ്കര ട്രാപ്പായിരുന്നു. ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്ററിൻ്റെ വലിയ ഒരു കളിയായിരുന്നു. കാരണം ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി മാർക്കറ്റ്, നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പം നിലവിൽ US മാർക്കറ്റുമായിട്ട് അത്രമാത്രം സഹകരിച്ച് പോകുന്നില്ല. നേരത്തെയൊക്കെ US വീണ് കഴിഞ്ഞാൽ നമ്മളും വീഴുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം അങ്ങനെ US വീണാൽ നമ്മുടെ മാർക്കറ്റ് ഒന്ന് പിടിച്ചു നിൽക്കുന്നുണ്ട്.
അപ്പോൾ അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് രാവിലെ ഫ്യൂച്ചേഴ്സ് നല്ല നെഗറ്റീവിലായിരുന്നു. ഇപ്പം ഫ്യൂച്ചേഴ്സ് 22 രാവിലെ ഒരു 175 ആയിരുന്നു ഫ്യൂച്ചേഴ്സിൻ്റെ പിന്നെ ഇൻഡെക്സ് നിന്നിരുന്നത്. അപ്പോൾ അതനുസരിച്ച് മാർക്കറ്റ് താഴോട്ട് വീഴുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റി നല്ല സ്ട്രെങ്ത് ആയിട്ടാണ് നമുക്ക് മാർക്കറ്റ് നിന്നിരുന്നത്. അപ്പം അതിനനുസരിച്ച് ഏകദേശം ഒരു 150 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഏകദേശം 40 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിലാണ്. ഇങ്ങനെയുള്ള സിനാരിയോ ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടൊരു ഓപ്പറേറ്റർ പ്ലേ ആണെന്നുള്ള കാര്യം നമുക്ക് സ്ഥിരമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഞാൻ അന്നേരം രാവിലത്തെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് രാവിലെ വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഒന്നുകിൽ ഇവിടുന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ലൈൻ ഈ ലൈനാണ്. ഇത് സസ്റ്റെയിൻ ചെയ്യുമോ നോക്കുക. സോ ഈ ലൈനാണ് നമ്മുടെ ലൈൻ. സസ്റ്റെയിൻ ചെയ്യുമോ നോക്കുക. സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ അവിടെ നിന്ന് കയറുമോ, ഇല്ലെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അത് എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ മാർക്കറ്റ് പറന്നു. ഓക്കെ, അപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് 40 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിലാണ്. ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് കാണിച്ചത്, ഇല്ലേ? 40 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് കാണിച്ചത്. ഇതാണ് ഈ ഡോട്ടഡ് ലൈനാണ് നമ്മുടെ ഓപ്പണിങ്. ഇതിന് ശേഷം മാർക്കറ്റ് ഒറ്റയടിക്ക് ഏകദേശം ഒരു 150 പോയിൻറ്റ് 350, 400, 500 ഏകദേശം 150 പോയിൻറ്റ് ഒറ്റയടിക്ക് ഒറ്റ ക്യാൻഡിലിൽ നമ്മൾ 150 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേങ്കിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത ശേഷം ഈ പറഞ്ഞ 150 പോയിൻറ്റ് ഒറ്റ ക്യാൻഡിലെ തീർന്നു. ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് ഏകദേശം ഇവിടുന്ന് 200 പോയിൻറ്റിന് മേളിൽ മാർക്കറ്റ് സഞ്ചരിച്ചു. ഓക്കെ, ഒറ്റയടിക്ക് 200 പോയിൻറ്റ്. അതിനുശേഷം ഞാനപ്പോൾ അന്നേരപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് 22 കൃത്യമായിട്ട് പറഞ്ഞു, മാർക്കറ്റ് 22,576 മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇല്ലേ? അപ്പോൾ കറക്റ്റ് നമ്മൾ വരച്ച അതേ ലൈൻ ഇതാ നോക്കിക്കേ, എന്ത് ക്ലിയർ ആണെന്ന് നോക്കിക്കേ. കറക്റ്റ് 22,576 വന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്തവർക്കോ അല്ലെ ഹോൾഡ് ചെയ്തവർക്കോ ട്രേഡ് എടുത്തവർക്ക് ഇവിടെ ട്രേഡ് എടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ട്രേഡ് എടുക്കാനുള്ള സാവകാശം നമുക്കില്ലായിരുന്നു, അല്ലേ? സാവകാശം നമുക്ക് ഈ ഒരു അച്ചീവ്മെൻ്റ് ആർക്കെങ്കിലും ഹോൾഡ് ചെയ്യുന്നവർക്ക് ചിലപ്പം എന്തെങ്കിലും കിട്ടിക്കാണും, അല്ലാതെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ ഇല്ലായിരുന്നു, ഇല്ലേ? അപ്പം അടുത്ത അവസരം എന്തുവാ? അടുത്ത അവസരം ഇവിടെയാണ്. എവിടെ? കറക്റ്റായിട്ട് നമുക്ക് ഈ 22,576 പോയിൻറ്റ് കറക്റ്റ് വന്ന് മുട്ടി റിജക്റ്റ് ചെയ്ത് അടുത്ത ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ഇല്ലേ? അപ്പം അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടുന്ന് റിജക്ഷനുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ മേളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാം. പോവുകയാണെന്നുണ്ടെങ്കിൽ 5-10 പോയിൻറ്റിൻ്റെ നഷ്ടം മാത്രമേ വരത്തുള്ളൂ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് കിട്ടും. കൃത്യമായിട്ട് തന്നെ മാർക്കറ്റ് അവിടുന്ന് നേരെ താഴോട്ട് വന്നു. കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ 463 വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു, ഇല്ലേ? അവിടെ ശേഷം പിന്നെ ഇങ്ങനെ വന്ന ഒരു ഡബ്ല്യു എനിക്ക് വളരെ സന്തോഷം തോന്നി. കുറേ പേര് അയ്യോ സാർ ഇവിടെ ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ആവുന്നില്ലേ, ഇതാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം എല്ലാവരും കണ്ടുപിടിച്ചു. അങ്ങനെ അനുസരിച്ച് അവർ ട്രേഡ് ചെയ്തു. നമ്മൾ സെമിനാറിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 3-4 ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ? ഞാൻ അത് സെമിനാറിൽ ഞാൻ വരച്ച് കാണിച്ചു തന്നായിരുന്നു നമുക്കില്ലേ? അപ്പോൾ ഈ ഒരു സാധ്യത നമുക്കില്ല. പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്തു? ഇത് ഇങ്ങനൊരു സംഭവം വന്നു, ഒരു സാധ്യത ഇവിടുന്ന് റിജക്ഷൻ കിട്ടി നിങ്ങൾ ട്രേഡ് എടുത്തവർക്ക്. അതിനുശേഷം ഇവിടുന്ന് നേരെ ഇവിടെ വന്നു. ഇത്രയും വന്നപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു സാർ ഇവിടുന്ന് ഒരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ കണ്ടുപിടിച്ചു. അപ്പം ഇവിടുന്ന് അവർ വന്നു, ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടി. അപ്പോൾ അടുത്ത ട്രേഡ് എന്തുവാ? ഇവിടുന്ന് ഇവിടം വരെ, അല്ലേ? അടുത്ത ട്രേഡ് ഇവിടം വരെ. പിന്നെ ഇവിടുന്ന് മോളിൽ സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഇവിടുന്ന് നേരെ അടുത്ത ട്രേഡ് ഇവിടം വരെ. അപ്പോൾ അങ്ങനെ ഇത് സെമിനാറിൽ പങ്കെടുത്തവർക്കൊക്കെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായി. അവർ ട്രേഡിൽ എൻട്രി എടുത്ത് ഇറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഇത് കണ്ടപ്പോൾ തന്നെ പലരും പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം ഒരാൾ പറഞ്ഞു ഡബ്ല്യു പാറ്റേൺ കറക്റ്റാണ്, ഡബ്ല്യു പാറ്റേൺ ഒരു ഫോമായി, ഇല്ലേ? അടുത്ത ശേഷം വേറൊരാൾ പറഞ്ഞെന്താണെന്നറിയാമോ? വേറൊരാൾ പറഞ്ഞു സാർ ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ. കറക്റ്റാണ്, അവർ കണ്ടുപിടിച്ച് കറക്റ്റാണ്, ഇൻവേർട്ടർ ഫ്ലാഗ് ആൻഡ് പോൾ. ഇല്ല നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ? അതിനുശേഷം അവിടെ നേരെ മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. അപ്പോൾ ഇൻവേർട്ടർ ഫ്ലാഗ് ആൻഡ് പോൾ അത് കറക്റ്റാണ്, ഇല്ലേ? അപ്പം നിങ്ങളുടെ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, മനസ്സിലായി?
അപ്പോൾ നിങ്ങൾ പിന്നെ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. W പാറ്റേൺ ആയാലും M പാറ്റേൺ ആയാലും ഏത് പാറ്റേണാണ് രൂപപ്പെടുന്നത്, ആ രൂപപ്പെടുന്നതിന് മുന്നേ തന്നെ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ സ്ഥിരമായിട്ട് വിജയിക്കാൻ പറ്റും. അപ്പം പിന്നെ ഇന്നത്തെ ഇതിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ഞാനിവിടെ പഠിപ്പിക്കാം നിങ്ങളെ. ഓക്കെ, ഈ ഈ ഈ ഏരിയ നിങ്ങൾ കണ്ട ഇവിടെ വോളിയം ഇല്ല. ഒന്ന് രണ്ട് പേരുണ്ട് ചോദിച്ചാണ്, സാർ ഇവിടെ ഒരു വോളിയം ഇല്ലല്ലോ, അപ്പോൾ പിന്നെ മാർക്കറ്റ് താഴോട്ട് വരിക, ഈ ലെവലിൽ മാർക്കറ്റ് താഴോട്ട് വരികയും ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ ട്രേഡ് എടുക്കും? മാർക്കറ്റ് താഴോട്ട് വന്നു, പക്ഷേ ഇവിടെ നമുക്ക് വോളിയം കാണുന്നില്ല, അങ്ങനെയാണ് എങ്ങനെ ട്രേഡ് എടുക്കും? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇതിനെപ്പറ്റിയാണ് ഞാനിന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവിടെ നമുക്ക് കൺഫ്യൂസ്ഡ് ആകും അല്ലേ? നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടി നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പിന്നെ നമ്മൾ ഈ ടൈം ഫ്രെയിം ഒന്ന് മാറ്റി നോക്കണം. ഓക്കെ, നമുക്ക് ടൈം ഫ്രെയിം ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, ഒരു കാര്യം പഠിപ്പിക്കുക. നിങ്ങൾ ഭാവിയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചേക്കുക. ഇവിടെ ഇത്രയും വോളിയം മിസ്സിംഗ് ആണ് ഇവിടെ, ഇല്ലേ? വോളിയം മിസ്സിംഗ് ആണെങ്കിലും വോളിയം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം ഫ്രെയിം ഒന്ന് മാറ്റി നോക്കാം. 15 മിനിറ്റിലോട്ടൊന്ന് മാറ്റി നോക്കാം. 15 മിനിറ്റിലോട്ട് മാറ്റുമ്പോഴും അവിടെ എന്താ സംഭവിക്കുന്നത്? 15 മിനിറ്റിലോട്ട് മാറ്റുമ്പോഴും അവിടെ ഇത് ഡിലീറ്റ് ചെയ്തോളെ, അവിടെ എന്ത് ചെയ്യില്ല, അവിടെ വോളിയം ഇല്ല അല്ലേ? വോളിയം ഇവിടെ കാണുന്നില്ല. ഇവിടെ നോക്കിക്കേ, വോളിയം ഇല്ല ഇല്ലേ? അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു ടൈം ഫ്രെയിം 30 മിനിറ്റ് ആക്കി നോക്കാം. 30 മിനിറ്റ് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 30 മിനിറ്റ് നിങ്ങൾ ടൈം ഫ്രെയിമിലോട്ട് മാറ്റി. നമ്മുടെ ട്രേഡ് 5 മിനിറ്റ് തന്നെയാണ്, നിങ്ങൾ ട്രേഡ് എടുക്കണം 5 മിനിറ്റ് തന്നെയാണ്. പക്ഷേ നമുക്കൊരു കൺഫർമേഷന് വേണ്ടി നമ്മൾ ഒന്ന് ടൈം ഫ്രെയിം ഒന്ന് മാറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 30 മിനിറ്റ്സിൽ നമ്മൾ ഞാൻ വലുതാക്കി കാണിക്കുക. 30 മിനിറ്റ്സിൽ നമ്മൾ ഇതിനെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, 30 മിനിറ്റ്സിൽ ഇവിടെ ശകലം പോലും സെല്ലിംഗ് വോളിയം ഇല്ല. അതുമാത്രമല്ല, നിങ്ങൾ നോക്കിക്കേ, ഞാനൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. ഇവിടെ 30 മിനിറ്റ്സിൽ ഒരു നല്ല ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിലാണ് ഇവിടെ കാണുന്നത് അല്ലേ? നല്ല വോളിയം ഉണ്ട്, നല്ലൊരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ, വീണ്ടും ഞാൻ പറഞ്ഞു തരിക, ഇത് ഇൻവാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്ത് കട്ട് ചെയ്യണം? 50% കട്ട് ചെയ്താൽ മാത്രമേ എന്താകത്തുള്ളൂ, ഇത് ഇൻവാലിഡ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് വാലിഡ് ആയിരിക്കും. അതുമാത്രമല്ല, ഇവിടെ നോക്കിക്കേ, നിങ്ങൾ അതിന് ശേഷം മാർക്കറ്റ് നമ്മൾ കറക്റ്റായിട്ട് വരച്ചിരുന്ന 22,463 എന്ന് പറഞ്ഞ ഈ ലെവൽ കൃത്യമായിട്ട് 30 മിനിറ്റ്സിൽ ഇവിടെ വന്ന് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തില്ലേ? ഇവിടെ വന്നു, ഇതൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു സംഭവം എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ട്. ഇത് ഞാനിപ്പോൾ പറയുന്നത് കുറച്ച് അഡ്വാൻസ് ലെവലാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നിങ്ങൾ എന്നും ബിഗിനേഴ്സായിട്ടിരിക്കാനല്ല, കുറച്ച് നാൾ 3-4 മാസം കൊണ്ട് എന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നോക്കുക, നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആകുക. ഓക്കെ, കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ ടൈം ഫ്രെയിം മാറ്റി നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ലെവൽ 22,461 കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് അവിടെ വന്ന് റിവേഴ്സ് ചെയ്യുകയാണ് ഇല്ലേ? അതുമാത്രമല്ല, നമ്മുടെ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഒരിക്കലും കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യതയില്ല, സെല്ലിംഗ് വോളിയം വളരെ കുറവാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവിടെ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഗ്രീൻ വോളിയമാണ് കൂടുതൽ അല്ലേ? ഇവിടെ ഗ്രീൻ വോളിയം. ഈ ഒരു 2 ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ, ഈ 2 റെഡ് ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ ഒരു പറയത്തക്ക വോളിയമുള്ളൂ. ബാക്കി എല്ലായിടത്തും എന്ത് ചെയ്യുന്നത്? ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത് ഇല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാകും? ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വളരെ കുറവാണ്, മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയുള്ള സാധ്യതയാണ് കൂടുതൽ എന്നൊരു ഇതിൻ്റെ ഒരു ആകത്തുക നമുക്ക് മനസ്സിലാകുന്നത് എന്തിയാണ്? മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻ്റ് ആകത്തിനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് നമുക്കിത് കണ്ടാൽ മനസ്സിലാകും. അതുപോലെ തന്നെ കറക്റ്റ് മാർക്കറ്റ് നമ്മൾ വരച്ച വരയിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ്
തിരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള സിനാരിയോ വരുമ്പോൾ നിങ്ങൾക്ക് വോളിയം മിസ്സിംഗ് ആവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം ഫ്രെയിം ഒന്ന് മാറ്റി നോക്കണം. ടൈം ഫ്രെയിം ഒന്ന് മാറ്റി നോക്കിയിട്ട് അവിടെ എന്താണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും, എന്നും ഇത് ഉപകാരപ്പെടത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഇതിനോട് ചേർത്ത് വെച്ച് പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നതാണ്. കാര്യം മനസ്സിലായല്ലോ? അപ്പം അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു ക്ലാസ്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും തിരിച്ച് മാർക്കറ്റിലോട്ട് വരാം. നാളെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, വീഡിയോയുടെ നീളം മാക്സിമം ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, എന്നാലും എനിക്കൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ നാളെ നമുക്ക് എന്താണ് മാർക്കറ്റ് സംഭവിക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് നാളെ നടക്കുന്നതിന് മുന്നേ നമുക്ക് ആ ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു സംഭവം നോക്കിക്കേ. ഇന്നലെ ഞാൻ പറഞ്ഞ ആ കറക്റ്റ് ലെവൽ, നമ്മുടെ സപ്പോർട്ട് വരച്ച അതേ ലെവലിൽ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നേരെ മേലോട്ട് പോയി. ഇവിടെ ട്രേഡ് കിട്ടി കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ എടുത്തവർക്ക് ഈ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇത് കട്ട് ചെയ്യാതെ ക്ലോസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുത്ത് കാണും. എനിക്കറിയത്തില്ല ബാങ്ക് നിഫ്റ്റി നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ട്രേഡ് എടുക്കുന്നത്, ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലല്ലേ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഇത് ഈ 48,355 ഒരു കറക്റ്റായിട്ടൊരു സപ്പോർട്ടായിരുന്നു ഇല്ലേ. കറക്റ്റായിട്ട് മാർക്കറ്റ് ഇവിടെ വന്ന് കറക്റ്റായിട്ട് വന്ന് ആ ലൈനിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ ലൈൻ ഇൻവാലിഡ് ആണ്. ഓക്കെ, അതിന് പകരം നമുക്ക് ഇവിടെ ഒരു ബോക്സ് തന്നെ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു ബോക്സ് കണ്ടോ, ഈ ബോക്സ് നിങ്ങൾ വരച്ച് വെക്കുക. ഇത് എപ്പം ബ്രേക്ക് ചെയ്യുന്നു, ശകലം കൂടെ വരച്ച് ഇത്രയും. ഓക്കെ, ഇത് എപ്പം ബ്രേക്ക് ചെയ്യുന്നു, എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. ഇതിനകം നോ ട്രേഡിംഗ് സോണാണ്. അല്ലെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോവുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് തട്ടി തിരിച്ചു വരിക, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് കിട്ടണം. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് ട്രേഡ് എടുക്കാം. നമ്മുടെ ഈ പറഞ്ഞ ടാർജറ്റ് 48,612 മുകളിലോട്ട് ടാർജറ്റ് വരച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ വരച്ചിട്ടേക്കുന്നത് അതുപോലെയാണ് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സംഭവം. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇതിനെ വേണം നമുക്ക് കുറച്ചൊന്ന് ഇവനെ എന്ന് താഴോട്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ, ഒരു മിനിറ്റ് ആയിക്കോട്ടെ. ഇത് ഓക്കെ, ഇങ്ങനെ ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇതിനൊരു ഇടത്താവളം കൂടെ വരച്ചേക്കാം. ഇതൊരു ഇടത്താവളമായിട്ടിരുന്നോട്ടെ. ഇത് ബ്രേക്ക് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് ഇതാണ്, അതിന് ശേഷമുള്ളത് ഇതാണ്. ഇത്രയാണ് ബാങ്ക് നിഫ്റ്റിക്കകത്തിലുള്ളത്. നോക്കി വെക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. മിഡ് ക്യാപ്പിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓൾറെഡി ഒരു റേഞ്ച് ബൗണ്ടിലാണ് കടന്ന് മിഡ് ക്യാപ്പ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഈ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്ത് താഴോട്ടാക്കാം. ഓക്കെ, ഇതിങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇതിങ്ങനെ നിന്നോട്ട് ഇവനെ കുറച്ചൊന്ന് മേലോട്ട് ആക്കുക. ഇപ്പം 10,906 ഇതിനകത്ത് വേറെ വരയ്ക്കാനുണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ഇത് 10,906 ഇതാണ് ഒരു പോയിന്റ്. ഓക്കെ, ഇതൊരു ബ്ലൂ കളർ ആക്കാം. ഇതാണ് റേഞ്ച്. ഓക്കെ, ഈ രണ്ട് റേഞ്ചാണ് നമുക്കുള്ളത്. ഇതിനകത്തുനിന്ന് ബ്രേക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം എങ്ങോട്ട് മാർക്കറ്റ് പോകുമെന്ന് നോക്കി അതിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഇതാണ് മിഡ് ക്യാപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് നോ ട്രേഡിംഗ് സോൺ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അങ്ങോട്ട് വേണം നിങ്ങൾക്ക് ട്രേഡ് നോക്കാം. മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്ത് സൂക്ഷിക്കുക. 120 ക്വാണ്ടിറ്റിയാണ്. ചെറിയ വ്യത്യാസം പോലും വലിയ ലോസ് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ വലിയ ലാഭവും കിട്ടും. അതുകൊണ്ട് കൃത്യമായി പഠിച്ചിട്ട് മാത്രം ട്രെൻഡ് കൺഫേം ആയതിനു ശേഷം മാത്രം മിഡ് ക്യാപ്പിനകത്തിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നു. ഓക്കെ, അതിനിടയിൽ ആൾക്കാർ പിന്നെ ഓരോരോ ഇൻബോക്സിൽ ഡയലോഗുകൾ വിടുന്നുണ്ട്. സാർ സെൻസെക്സ് വേണം, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ ക്രൂഡ് ഓയിൽ സാറെ കിട്ടുമോ, ഒരാൾ എൻജി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് പല ഇതാണ്. പിന്നെ നാളെ ഇനി നിങ്ങൾ ഫിൻ നിഫ്റ്റി പറയും, പിന്നെ നെക്സ്റ്റ് 50 പറയും. അങ്ങനെ നിങ്ങളുടെയൊക്കെ താളത്തിന് തുള്ളാൻ കഴിഞ്ഞാൽ ഞാൻ ഒരു വഴിയാകും. അതുകൊണ്ട് കിട്ടുന്നതൊക്കെ നോക്കുക. നമ്മുടെ സെൻസെക്സ് ഒക്കെയാണ് നിങ്ങളെ പാലാഴി ചെയ്യുന്നുണ്ട്. ആ വീഡിയോ പോയി കാണുക. സെൻസെക്സ് കൃത്യമായിട്ട് ലെവലുകൾ പാലാഴി പറയുന്നുണ്ട്.
ആ ലെവലുകൾ നിങ്ങൾ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻസെക്സിൻ്റെ ലെവലുകൾ കിട്ടും. പാലാഴി അറിയാമല്ലോ അല്ലേ? ഓക്കെ, ട്രേഡിംഗ് മീഡിയ, ഓക്കെ, അതിൽ പാലാഴി സെൻസെക്സിൻ്റെ വ്യൂ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് നോക്കി ട്രേഡ് ചെയ്യാവുന്നതാണ്. സെൻസെക്സ് മാത്രമല്ല, പാലാഴി നിഫ്റ്റിയും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ട് അവിടെ നിങ്ങൾ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പാലാഴി എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിനി നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി എന്താണ് ഇനിയിപ്പോൾ നാളത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. അപ്പം ഞാൻ പറഞ്ഞു 22,576 കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് താഴ്ന്നില്ല, കറക്റ്റ് ആ പോയിന്റ് വന്ന് മാർക്കറ്റ് നേരെ റിവേഴ്സ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ഈ ലെവൽ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ ലെവൽ നേരെ താഴോട്ടാക്കാം. ഇതൊരു സപ്പോർട്ടായിട്ട് വന്നു. ഇവനെ നമുക്ക് ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഇതൊരു പോയിൻ്റാണ്. എന്തുകൊണ്ടാണ് ഈ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. ഇത് ഇപ്പോൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കട്ടെ. എക്സ്റ്റെൻഡ് ചെയ്ത് ഇതാകൊണ്ടോ കൃത്യമായിട്ട് അത് അവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ലൈന് അവിടെ വരച്ചത്. ഇവനെ നമുക്ക് തൽക്കാലം ഇപ്പം 22,519 നമുക്ക് ഒഴിവാക്കി, 22,500 ഒഴിവാക്കി നമുക്ക് ഈ ഒരു റേഞ്ച് വെക്കാം. ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ഇതിനകത്ത് ഇതാണ് നാളത്തെ റേഞ്ച്. ഇതൊരു സപ്പോർട്ടാണ്. ഞാൻ നോക്കിക്കോട്ടെ സപ്പോർട്ട് ഇവനെ. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഇങ്ങനെ നിന്നോട്ടെ. ഇത് നിന്നോട്ടെ, അടുത്ത ഒരെണ്ണം ഇവിടെ നിന്നോട്ടെ. ഇത് 2 സപ്പോർട്ട് നിന്നോട്ടെ. ഓക്കെ, ബാക്കിയെല്ലാം കൃത്യമാണ്. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ആരെ വരച്ച് തരാം. ഇവിടുന്ന് മുകളിലോട്ട്, ബാക്കിയെല്ലാം കിടപ്പുണ്ട് അല്ലേ. ഇത് നമ്മുടെ ട്രെൻഡ് ലൈനാണെന്ന് തോന്നുന്നത് കിടക്കുന്നത്. $22,786. ക്ഷമയില്ലാത്തവർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അവരവരുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, താഴോട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇതിങ്ങോട്ട്. മാർക്കറ്റ് നിലവിൽ ഞാൻ പറഞ്ഞാൽ 22,500 മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ RBIയുടെ മോണിറ്ററി പോളിസി ഉണ്ട്. റേറ്റ് കട്ട് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇൻഫ്ലേഷൻ RBIയുടെ ലിമിറ്റിന് താഴെ പോയി. 4 RBIയുടെ ലിമിറ്റ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 3.7 സംതിങ് ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ്റെ ഇൻഫ്ലേഷൻ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് RBI കട്ട് ചെയ്യാനുള്ള സാധ്യത, റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാർക്കറ്റ് അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊക്കെയാണ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ കാണുന്നത്. മാർക്കറ്റ് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റുമായിട്ട് ഡീകപ്പിൾഡാണ്. അതായത് അമേരിക്കൻ മാർക്കറ്റ് പോകുന്ന വഴിക്ക് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് പോകുന്നില്ല. കാരണം അമേരിക്കൻ മാർക്കറ്റ് ഓൾറെഡി ഒത്തിരി റാലി ചെയ്തതിന് ശേഷമാണ് വീഴുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും ബോട്ടം കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ബോട്ടം താഴോട്ട് നമ്മുടെ മാർക്കറ്റ് ക്യാപ്ഡാണ്, പക്ഷേ മോളോട്ട് ഓപ്പണാണ്. അതുകൊണ്ട് മോളോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മാർക്കറ്റിൽ കുറച്ച് കാര്യങ്ങളോട് അനുകൂലമായി കഴിഞ്ഞാൽ മാർക്കറ്റ് പെട്ടെന്ന് പോകും. അടുത്ത ദിവസങ്ങളിൽ തന്നെ GSTയുടെ ഒരു റിവൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പം നമുക്ക് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ കാണുന്നത്. എനിവേ, നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഇതുപോലെ തന്നെ നിങ്ങൾ പിന്തുടരുക കേട്ടോ. എല്ലാവരും നിങ്ങൾ അതുപോലെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ നോക്കിയാൽ ഓക്കെ, 143 പേരിപ്പം പ്രോഫിറ്റിലായി, 32 പേര് മാത്രമേ ഉള്ളൂ ലോസിൽ. ഓക്കെ, മൊത്തം 175 പേര് ട്രേഡ് ചെയ്തതിൽ നിലവിലിപ്പം 143 പേര് പ്രോഫിറ്റിലിറങ്ങി, വെറും 32 പേര് മാത്രമേ ഉള്ളൂ ലോസിൽ. 71 പേര് നോ ട്രേഡാണ്, 35 പേര് പഠിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ.